നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളും. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളാണ് സമ്പാദ്യ നിക്ഷേപം സേവിംഗ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം കറണ്ട് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം റിക്കറിംഗ് ഡെപ്പോസിറ്റ്. സമ്പാദ്യ നിക്ഷേപം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം സേവിംഗ് ഡെപ്പോസിറ്റ്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായ നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. പ്രചലിത നിക്ഷേപം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. പ്രചലിത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. സ്ഥിര നിക്ഷേപം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ. സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ്. ആവർത്തിത നിക്ഷേപം ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്കിൽ കുറവായിരിക്കും. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായി നൽകുന്നത്. വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത് വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ് പണവായ്പ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് എന്നിവ. ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപമുള്ളവർക്ക് മാത്രമാണ്. വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകളാണ് ഭൗതിക ആസ്തികൾ, അതായത് സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ. സ്ഥിര നിക്ഷേപ പത്രങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്, ശമ്പളപത്രം സാലറി സർട്ടിഫിക്കറ്റ് എന്നിവ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ജനുവരി 27-നാണ്. ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് JM കെൻസ് ആണ്. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായത് 1955 ജൂലൈ 1-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2004 കൊച്ചിക്കും വൈപ്പിനുമിടയിലാണ് ഇത് സ്ഥാപിച്ചത്. SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി.
SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയാണ്. SBIയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഖാര. SBI ലയനം. 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിപ്പിച്ചത് 2017 ഏപ്രിൽ 1-നാണ്. SBI ലയിപ്പിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ശാഖയുള്ള ഇന്ത്യൻ ബാങ്കാണ് SBI. ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂർ. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്ക് SBI. വർക്ക് ഫ്രം ഹോം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. ചൈനയുടെ ദേശീയ നൂതന പേയ്മെൻറ്റ് സംവിധാനവുമായി ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കും SBI തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയുടെ ബാങ്കാണ് SBI. 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്ക് SBI ആണ്. സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കും SBI ആണ്. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്ക് SBI ആണ്. പെൻഷൻകാർക്കായി വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കും SBI ആണ്. യോനോ. ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി SBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ. യു ഓൺലി നീഡ് വൺ. യോനോയുടെ ഗ്രാൻഡ് അംബാസഡറാണ് സ്വപ്ന ബർമൻ, ഹെപ്റ്റാത്തലിൻ താരം. SBI ആരംഭിച്ച ക്യാഷ്ലെസ് സർവീസ് ആണ് യോനോ ക്യാഷ്. SBI ആരംഭിച്ച യൂണിഫൈഡ് പേയ്മെൻറ്റ് ടെർമിനൽ ആണ് മോപാഡ്, മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് അക്സെപ്റ്റൻസ് ഡിവൈസ്. ഭാരതീയ മഹിളാ ബാങ്ക്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96-ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ 19-ന്. മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനും ടാൻസാനിയയുമാണ് 1ഉം 2ഉം രാജ്യങ്ങൾ. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് മണക്കാട്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയിലാണ്. 2017 ഏപ്രിൽ 1-ന് ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിച്ചു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ബിഗ് ഫോർസ് എന്നറിയപ്പെടുന്ന ബാങ്കുകളാണ് SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC. ICICI ബാങ്ക്. ICICI ബാങ്കിൻ്റെ പൂർണ്ണനാമം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്നാണ്. 2021 ഏപ്രിൽ ICICI ബാങ്ക് റീട്ടെയിൽ വ്യാപാരികൾക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനമാണ് മർച്ചൻ്റ് സ്റ്റോക്ക്. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്കാണ് ICICI. ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955-ലാണ്. ICICI ബാങ്ക് രൂപീകരിച്ച വർഷമാണ് 1994. ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്കാണ് ICICI.
ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കും ICICI ആണ് 1998. ഇന്ത്യയിൽ ആദ്യമായി കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്കും ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സ്റ്റോക്കിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ICICI ആണ്. ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് വ്യക്തികൾക്ക് 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനായി FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കും ICICI ആണ്. ICICIയുടെ നിലവിലെ MDയും CEOയും സന്ദീപ് ബക്ഷിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്കും ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ICICI ബാങ്കാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കും പോക്കറ്റ്സ് എന്ന പേരിൽ മൊബൈൽ ഫോണുകളിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്കും ICICI ആണ്. വാട്സപ്പിലൂടെ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്കാണ് എമിറേറ്റ്സ് ഇസ്ലാമിക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് 1894 മെയ് 19-നാണ്. 1895 ഏപ്രിൽ 12-ന് പ്രവർത്തനം ആരംഭിച്ചു. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 2020 ഏപ്രിൽ 1-ന് ശേഷമുള്ള ബാങ്ക് ലയനത്തോടെയാണ് ഈ സ്ഥാനം ലഭ്യമായത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ് ലാലാ ലജ്പത് റായ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ചു തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി VRS നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 2019 സെപ്റ്റംബറിൽ പ്രിവൻറ്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 125ാമത് വാർഷികം. 2022 ഏപ്രിൽ സ്ഥാപക ദിനത്തിൻ്റെ 128ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ടത് 1899-ലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 2003-ൽ നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു. IDBI പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് IDBI. IDBI സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിതമായത് 2019 ജനുവരി 21-നാണ്. IDBI ബാങ്ക് നിലവിൽ വന്നത് 1964 ജൂലൈ 1-നാണ്. പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC IDBIയുടെ 51% ഓഹരി സ്വന്തമാക്കിയതോടെയാണ് IDBIക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമായത്. IDBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന റോബർട്ട് ഓവനാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഫെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ടാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ റിപ്പോർട്ട്. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ തലവനാണ് സഹകരണ സംഘം രജിസ്ട്രാർ. കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘമാണ് ഹലാൽ ഫായിദ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1904 ആണ്. UN അന്താരാഷ്ട്ര സഹകരണ വർഷം
2012. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യമാണ് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക. സഹകരണ ബാങ്കിൽ നിന്നും കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ എന്നിവരാണ്. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ. സംസ്ഥാന സഹകരണ ബാങ്ക് സംസ്ഥാനത്തെ സഹകരണ രംഗത്ത് ഉയർന്ന ഘടകം. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം. ജില്ലാ സഹകരണ ബാങ്കുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവാണ്. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. കേരള ബാങ്ക് കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്ക്. 2019 നവംബർ 29 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബിൽ കേരള നിയമസഭ പാസാക്കിയത് 2021 നവംബർ 3 കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാനാണ് VR രവീന്ദ്രനാഥ്, മുൻ ചീഫ് ജനറൽ മാനേജർ, നബാർഡ്. കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റാണ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിൻ്റെ CEO PS രാജൻ. വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഇന്ത്യയിലെ വികസന ബാങ്കിന് ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് SIDBI, നബാർഡ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. പുതിയ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് SIDBI. മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് MSEയ്ക്കു വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സാണ് CRISID-X. ക്രിസിലും സിഡ്ബിയും ചേർന്ന് വികസിപ്പിച്ചത്. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകനാവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിനു വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് ഭൂവികസന ബാങ്ക്. ഉദാഹരണം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് KSCARD, പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് PCARD. ഗ്രാമീൺ ബാങ്കുകൾ RRB. ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീൺ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് RRB. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഇന്ത്യൻ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം 1975. ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976. കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, പ്രസ്തുത സംസ്ഥാന സർക്കാർ എന്നിവ സംയുക്തമായാണ് ഗ്രാമീൺ ബാങ്ക് സംവിധാനം നിയന്ത്രിക്കുന്നത്. ഒരു ഗ്രാമീൺ ബാങ്കിൽ 50%, 35%,
15% എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, സംസ്ഥാന സർക്കാർ എന്നിവയുടെ ഓഹരി അനുപാതം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്, മൊറാദാബാദ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. 2013 ജൂലൈ 8. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്കാണ് കാനറ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1983 പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആരംഭിച്ച സംരംഭമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കും പ്രൊഫസർ മുഹമ്മദ് യൂനുസും ചേർന്ന് 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് ബാങ്കർ ടു ദ പുവർ, ദ സ്റ്റോറി ഓഫ് ദ ഗ്രാമീൺ ബാങ്ക്, ബിൽഡിംഗ് സോഷ്യൽ ബിസിനസ്, എ വേൾഡ് ഓഫ് 3 സീറോസ്. നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ. നബാർഡിൻ്റെ പ്രഥമ ചെയർമാനാണ് എം രാമകൃഷ്ണയ്യ. നബാർഡിൻ്റെ നിലവിലെ ചെയർമാനാണ് ഷാജി കെ വി. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് CCC ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്കാണ് നബാർഡ്. കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് RIDF. നബാർഡിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യ RIDF രൂപീകൃതമായത്. 1995-96 കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് RIDF ആരംഭിച്ചത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ആന്തരിക ഘടന ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് വായ്പകൾ ലഭ്യമാക്കുക എന്നതാണ് RIDFൻ്റെ ലക്ഷ്യം. 1995-96 RIDF രൂപീകരിച്ച സമയത്ത് 2000 കോടി രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത്. 2021-22 കാലയളവിൽ 40,490.95 കോടി രൂപയായി. നിലവിൽ RIDF കൃഷി അനുബന്ധ മേഖലകൾ, സാമൂഹിക മേഖല, ഗ്രാമീണ കണക്ടിവിറ്റി, റൂറൽ കണക്ടിവിറ്റി എന്നീ മേഖലകളെ അടിസ്ഥാനമാക്കി 37 ഘടകങ്ങളിൽ ലോൺ നൽകുന്നു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. സ്മോൾ ഫിനാൻസ് ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ചെറുകിട ബിസിനസ് യൂണിറ്റുകൾ, കർഷകർ, ദുർബല വിഭാഗങ്ങൾ, അസംഘടിത മേഖലയിലെ യൂണിറ്റുകൾ തുടങ്ങിയവയ്ക്ക് വായ്പ നൽകുക എന്നതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ധർമ്മം. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്. 2016. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജലന്ധർ, പഞ്ചാബ്. കേരളത്തിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ESAF സ്മോൾ ഫിനാൻസ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സ്ഥാപകനാണ് K. പോൾ തോമസ്.
ESAF സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, തൃശ്ശൂർ. 2018 RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ബാങ്ക് ആണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അല്ലെങ്കിൽ ESAF സ്മോൾ ഫിനാൻസ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കുകൾ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുന്നതിനായി ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ രൂപം കൊണ്ട ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. മറ്റു ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായും ഇത് നൽകുന്നില്ല. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് നചികേസ്-മോർ കമ്മീഷൻ. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം 2 ലക്ഷം രൂപയാണ്. 2021 ഏപ്രിൽ മുതലാണ്. സവിശേഷതകൾ: നിക്ഷേപങ്ങൾക്ക് RBI നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു, വായ്പ നൽകുന്നില്ല, ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായി ഈടാക്കും, ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകുന്നില്ല. പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം 100 കോടി രൂപ. ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ പേയ്മെൻറ്റ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി എയർടെൽ രാജസ്ഥാൻ. 2019 സെപ്റ്റംബറിൽ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ച സേവിംഗ് അക്കൗണ്ട് ഫറോസ. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് IPPB. പരീക്ഷണാടിസ്ഥാനത്തിൽ IPPB സ്ഥാപിതമായ ആദ്യ നഗരങ്ങളാണ് റാഞ്ചി, റായ്പൂർ. IPPB നിലവിൽ വന്നത് 2018 സെപ്റ്റംബർ 1 ആസ്ഥാനം ന്യൂഡൽഹി. ATM, ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് QR കാർഡ്. 2022 നവംബറിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ച സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പരിപാടിയാണ് നിവേശക് ദീദി. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. ലീഡ് ബാങ്ക് സ്കീം ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായി RBI ഒരു ബാങ്കിനെ പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ലീഡ് ബാങ്കായി തിരഞ്ഞെടുക്കുന്നു. ലീഡ് ബാങ്കിംഗ് സ്കീം നിർദ്ദേശിച്ച RBI സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവനാണ് പ്രൊഫസർ DR ഗാഡ്ഗിൽ. ലീഡ് ബാങ്ക് സ്കീം RBI നടപ്പിലാക്കിയത് 1969 ഡിസംബറിലാണ്. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഭാഗമായി RBI സർവീസ് ഏരിയ അപ്രോച്ച് SAA നടപ്പിലാക്കിയത് 1989 ഏപ്രിലാണ്. SAA പ്രകാരം ഓരോ ബാങ്കും അവയ്ക്ക് കീഴിലുള്ള 15 മുതൽ 25 ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. ജില്ലകളും ലീഡ് ബാങ്കുകളും: തിരുവനന്തപുരം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കൊല്ലം ഇന്ത്യൻ ബാങ്ക്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇടുക്കി, എറണാകുളം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് കാനറ ബാങ്ക്, കണ്ണൂർ, കാസർഗോഡ് സിൻഡിക്കേറ്റ് ബാങ്ക്. പ്രധാനമന്ത്രി ജൻധൻ യോജന 2014 ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണിത്. 2014 ഓഗസ്റ്റ് 28 PMJDY ഉദ്ഘാടനം ചെയ്തത്. പ്രധാന ലക്ഷ്യങ്ങൾ: എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കൽ, സാമ്പത്തിക ശാക്തീകരണം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സീറോ ബാലൻസ് അക്കൗണ്ട്, റുപേ കാർഡ്, 10,000 രൂപ വരെ OD, ധനപരമായ വിജ്ഞാപനം എന്നിവ ഇതിൻ്റെ സവിശേഷതയാണ്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ.
ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങളാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക. ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് (KSFE). മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ച് ഓഹരി കമ്പോളങ്ങൾ, കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ (UTI), ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് (LICMF), SBI മ്യൂച്വൽ ഫണ്ട്. ഇൻഷുറൻസ് വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി മുംബൈ മ്യൂച്വൽ ലൈഫ് അഷ്വറൻസ് കമ്പനി 1870. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി 1818. ആസ്ഥാനം കൊൽക്കത്ത. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ (LIC). ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് 1956 ജൂൺ 18. LIC സ്ഥാപിതമായ വർഷം 1956 സെപ്റ്റംബർ 1. LICയുടെ ആപ്തവാക്യം യോഗക്ഷേമം വഹാമ്യഹ്യം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. LICയുടെ ആദ്യ ചെയർമാൻ HM പട്ടേൽ. LICയുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ ഉഷ സാങ്വാൻ. LICയുടെ നിലവിലെ ചെയർമാൻ MR കുമാർ. ജനറൽ ഇൻഷുറൻസ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനിയാണ് ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് 1850. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഒറ്റ കുടക്കീഴിലാക്കുന്നതിനായി 1972 പാസാക്കിയ ആക്ടാണ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് 1972. 1972 ജനറൽ ഇൻഷുറൻസ് ആക്ടിലൂടെ രൂപാന്തരപ്പെട്ട 4 കമ്പനികളാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് 1906 ഡിസംബർ 5, ആസ്ഥാനം കൊൽക്കത്ത. ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് 1919 ജൂലൈ 23, ആസ്ഥാനം മുംബൈ. ദ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് 1938 ഫെബ്രുവരി 18, ആസ്ഥാനം ചെന്നൈ. ദി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് 1947 സെപ്റ്റംബർ 12, ആസ്ഥാനം ന്യൂഡൽഹി. 2018-19 കേന്ദ്ര ബജറ്റിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഓറിയൻ്റൽ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നിവയെ ലയിപ്പിച്ച് ഏക സ്ഥാപനമാക്കാൻ തീരുമാനിച്ചു. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1972 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള സ്ഥാപനമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ (IRDAI), ആസ്ഥാനം ഹൈദരാബാദ്. മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായി IRDAI രൂപീകരിച്ച കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസിൻ്റെ തലവനാണ് സുരേഷ് മാത്തൂർ. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സ്ഥാപനം കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് 1998 നവംബർ 11. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറേഴ്സ്. ഈ സ്ഥാപനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഗവേണിംഗ് ബോഡി ഇൻഷുറൻസ് കൗൺസിൽ എന്നാണ്. ബാങ്കുകൾ, ആസ്ഥാനങ്ങൾ, അത് രൂപീകരിച്ച വർഷം, സ്ലോഗൻ അല്ലെങ്കിൽ
ടാഗ്ലൈൻ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1911. സെൻട്രൽ ടു യു സിൻസ് 1911. ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1906. റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1919. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. എക്സിം ബാങ്ക് മുംബൈ 1982. ടുഗദർ ടുവേർഡ്സ് ടുമാറോ. IDFC ഫസ്റ്റ് മുംബൈ 2018. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1955. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. HDFC മുംബൈ 1994. വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈ 1937. ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്. ഇന്ത്യൻ ബാങ്ക് ചെന്നൈ 1907. യുവർ ഓൺ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി 1894. ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ന്യൂഡൽഹി 1908. വേർ സർവീസ് ഈസ് എ വേ ഓഫ് ലൈഫ്. IFCI ന്യൂഡൽഹി 1948. ബാങ്ക് ഓഫ് ബറോഡ വഡോദര 1908. ഇന്ത്യാസ് ഇൻ്റർനാഷണൽ ബാങ്ക്. ICICI വഡോദര 1994. ഖയൽ ആപ്ക. കാനറ ബാങ്ക് ബംഗളൂരു 1906. ടുഗദർ വി ക്യാൻ. യൂക്കോ ബാങ്ക് കൊൽക്കത്ത 1943. ഓണേഴ്സ് യുവർ ട്രസ്റ്റ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലോക് മംഗൾ പൂനെ 1935. ഏക് പരിവാർ ഏക് ബാങ്ക്. വൺ ഫാമിലി വൺ ബാങ്ക്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ന്യൂഡൽഹി 2018. ആപ്ക ബാങ്ക് ആപ്ക ദാവർ. സിഡ്ബി ലക്നൗ 1990. ഫെഡറൽ ബാങ്ക് ആലുവ 1931. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ. കാത്തലിക് സിറിയൻ ബാങ്ക് CSB തൃശ്ശൂർ 1920. മൈക്രോ ഫിനാൻസ് സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സാധാരണക്കാർക്ക് ലഘുവായ്പകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതുമായ സംവിധാനമാണ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങൾ കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ. മുദ്രാ ബാങ്ക് സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായി നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് മുദ്ര. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. മുദ്ര ബാങ്ക് സ്ഥാപിതമായത് 2015 ഏപ്രിൽ 8-നാണ്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ. ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക്. മുദ്ര ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളാണ് ശിശു 50,000 രൂപയിൽ താഴെ, കിശോർ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ, തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ. 2020 മാർച്ച് 31 വരെയുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുദ്രാ ലോണുകൾ ഏറ്റവും കൂടുതൽ നൽകിയ സംസ്ഥാനം തമിഴ്നാട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.